ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ മധുരയിലുള്ളത്. ഇന്നലെ രാത്രി മധുരയിലെത്തി. ഞങ്ങൾ രാത്രി 12:30 മണിക്ക് മധുരയിലെത്തി. ഇവിടെ റൂമെടുത്ത് എന്നിട്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ ഇപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മധുരയിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മളെടുത്ത ലോഡ്ജ് ഇതാണ്. രാവിലെ തന്നെ ഒരാൾ റെഡിയായിട്ട് ഇത് കൂടെ ഓടി കളിക്കുകയാണ്. പുറത്തിറങ്ങിയിട്ടോ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ്, ഹോട്ടൽ അഖിൽ ടവർ. കണ്ടോ, ഞങ്ങളിനി അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടെ ഓട്ടോയിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഓട്ടോക്കാർ ഭയങ്കര പറ്റിക്കൽസാണ്. ഓട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 100 രൂപയാണ് മിനിമം ചാർജ്. അവനെങ്കിൽ അവരെ വായി 100 രൂപ എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒന്നും എടുത്തില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക്. രാവിലെ വലിയ വെയിലൊന്നുമില്ല, നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഇവിടെ കുറേ പേര് കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാ പഴം, തേങ്ങ കച്ചവടം കണ്ടോ. റിക്ഷ, പഴയ കാലത്തെ റിക്ഷ വണ്ടി പോകുന്നതുണ്ടോ. പാവം ഒരാൾ ചവിട്ടി, അയാൾക്ക് ചവിട്ടാൻ പറ്റില്ല. പക്ഷേ ഇത് മെയിൻ റോഡിലേക്ക് നടന്നപ്പോൾ നല്ല വെയിലായിട്ടോ. ഞങ്ങൾ ആദ്യം ഇറങ്ങിയപ്പോൾ വെയിലുണ്ടായില്ല. പക്ഷേ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. പക്ഷെ വെയിൽ ഉണ്ടെങ്കിലും നമുക്ക് വിയർക്കില്ല കേട്ടോ ഇവിടുത്തെ ചൂടിൽ. നമ്മുടെ അവിടുത്തെ ചൂട് പോലെയല്ല. ഇവിടെ നല്ല വെയിൽ, നല്ല വെയിലേക്ക് നല്ല പൊള്ളൽ വരുമെങ്കിലും വിയർക്കില്ല ഇവിടെ. പക്ഷെ ഇത്രയും സിറ്റിയുടെ ഇടയിലാണ് അമ്പലം തോന്നുന്നു. അടുത്തായി എന്ന് പറഞ്ഞ അമ്പലം. നല്ല ടൗണാണ്. ഇവിടെ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നത് ഒരു സിഗ്നലിലെത്തി കേട്ടോ. മധുരൈ നല്ല തിരക്കുള്ള സിറ്റിയാണ് കേട്ടോ. ഇനി സിഗ്നലിൽ ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ജോയാലുക്കാസ് കണ്ടോ, ജോയാലുക്കാസ്. ഇത് ഫുള്ള് ഒരു സ്ട്രീറ്റാണ്. ഇവിടെ വേറെ ജ്വല്ലറി ഉണ്ട്, ഇഷ്ടംപോലെ ജ്വല്ലറികളും തുണിക്കടകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് GRT ജ്വല്ലറി, എല്ലാ ജ്വല്ലറീസും ഉണ്ട് ഇവിടെ. വേറെ ജംഗ്ഷനിലെത്തി. ഇതുണ്ടോ, ഇനി ഇവിടുന്ന് റൈറ്റ് പോകണം തോന്നുന്നു. നമ്മുടെ ബോച്ച ഉണ്ട് ഇവിടെ. ബോച്ചെ നമ്മുടെ ബോച്ചയുടെ ജ്വല്ലറി ഇതാ അവിടെ ഇരിക്കണു. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി ബോച്ച നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയി നിൽക്കുന്നതാണ് ബോച്ചയുടെ ജ്വല്ലറി. എന്തോ പൂജ എന്തോ നടന്നുകൊണ്ടിരിക്കട്ടോ ബോച്ചയുടെ ജ്വല്ലറിയിൽ. തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സിറ്റി വിട്ടിട്ട് അമ്പലത്തിൻ്റെ ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അമ്പലവുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അമ്പലത്തിൻ്റെ ഗോപുര കാര്യങ്ങളൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഗോപുര തപ്പള ആ നീല ഒരു പച്ച തുണി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ട്. അതാണ് ഗോപുരം തോന്നുന്നു. കണ്ടോ, ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്തി. ശരിക്കും പറഞ്ഞാൽ മധുര അമ്പലം ഒരു നല്ലൊരു സിറ്റിയുടെ ഉള്ളിലാട്ടോ മധുര അമ്പലം കിടക്കുന്നത്. ഞങ്ങൾ നല്ലൊരു സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് നടന്നു വന്നപ്പോൾ. ഫുള്ള് നല്ല ബ്രാൻഡ് ഷോപ്പുകളും ജ്വല്ലറികളും ടെക്സ്റ്റൈൽസും ഒക്കെ ആയിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയതേ ഉള്ളൂ. നല്ല സിറ്റിയുടെ ഉള്ളിലാണ് അമ്പലം കിടക്കുന്നത്. അത് ഗോപുരത്തിൻ്റെ എന്തോ പണി എന്തോ കെട്ടിയുണ്ടാക്കണം എന്തോ നടക്കുന്നുണ്ട്. കണ്ടോ, വലിയ ഗോപുരമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തി. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടി. ഉള്ളിൽ എന്താ അവസ്ഥ അറിയില്ല, മൊബൈലൊന്നും അലൗഡ് ആവില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഉള്ളിൽ കയറാൻ നോക്കുകയാണ്. ഇതിവിടെ കൗണ്ടർ കാണുന്നുണ്ട്, വേ ടു ദർശൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ ഗോപുരം പെയിൻറ്റിങ് നടക്കുക കേട്ടോ. അതാണ് ഇത്രയും വലിയ ഗോപുരം പെയിൻറ്റിങ് നടക്കുന്ന കാഴ്ചയാണ്. ഉണ്ടോ. അപ്പോൾ അതുകൊണ്ടാണിത് ഇത്രയും കെട്ടിയുണ്ടാക്കി
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈലൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രീ ചപ്പൽ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം സമയം 12:45 ഞങ്ങളപ്പം കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അപ്പോൾ നല്ല തിരക്കായി ഇവിടെ. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ കച്ചവടമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ട് ഉണ്ടോ. എല്ലായിടും നല്ല ആളുകൾ നല്ല തിരക്കായി തുടങ്ങി. കണ്ടോ, ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ രാമേശ്വരം പോയ പോലെയല്ല, നല്ല നീറ്റായിരുന്നു. ഇതിൽ കൂടെ നമ്മൾ കയറിപ്പോയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അമ്പലം. പിന്നെ നല്ല തണുപ്പായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. കാണേണ്ട ഒരു സംഭവം തന്നെയാണ് നല്ല മധുരക്ഷേത്രം. ആ കാലഘട്ടത്തിലെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞങ്ങളിത് ഇറങ്ങിയിട്ട് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭക്ഷണങ്ങളും വെള്ളം, ഫ്രൂട്ട്സ്, ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വരുന്ന തീർത്ഥാടകർക്കുള്ള എല്ലാ സംവിധാനങ്ങളും കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് വേണം കഴിക്കാം, ഫുഡ് കഴിക്കാം. ഫുള്ള് വെജാണ്. അതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളൊരു കുളത്തിൻ്റെ ഒരു വ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ വെയിലിനൊക്കെ അപേക്ഷിച്ച് ഇതൊന്നുമല്ല ഇവിടെ. നമുക്ക് വേർക്കില്ല ഇവിടെ. പക്ഷെ കാണുമ്പോൾ നല്ല വെയിൽ തോന്നും. ഇനി ഞങ്ങളടുത്ത് ഭക്ഷണം കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ 2:30 മണിക്ക് ഒരു സൈറ്റ് സീയിങ്ങിന് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബസ്സിൽ കൊണ്ടുപോകുന്ന രീതിയിൽ. ഒരാൾക്ക് 250 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ 2:30 മണിയാകുമ്പോൾ അതിന് പോകണം. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോകാൻ. അതിൻ്റെ ഇടയിൽ സിദ്ധുവിടെ ചെരുപ്പ് പൊട്ടി കേട്ടോ. അപ്പോൾ ഒരു തൽക്കാലം ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി ഇവിടെ ചെരുപ്പ് കടയുണ്ട് കണ്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വിളക്ക് ഇതുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കടയുണ്ട് ഇവിടെ കണ്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് മോരും വെള്ളം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നല്ല തിരക്കുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ മോരും വെള്ളം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. മൊത്തത്തിൽ നല്ല നല്ല തിരക്കുള്ള സിറ്റി ആട്ടോ അത്, മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്പലത്തിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു മോഡേൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. മോഡേൺ റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ അടിപൊളിയാട്ടോ. നല്ല തിരക്കുണ്ട്, നല്ല എക്കണോമിക്കൽ റേറ്റും ഉള്ളൂ. അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു. 100 രൂപ, 1 കിലോമീറ്ററേ ഉള്ളൂ, 100 രൂപ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓട്ടോയിൽ. ഞങ്ങൾ റൂമിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്തു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെ പോവാണ്. വണ്ടി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സഞ്ജു ഷിത്ത് നല്ല ഇൻട്രസ്റ്റോടുകൂടി പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണാം, നടക്കാൻ വയ്യ, ഇരിക്കണം, വെള്ളം കുടിക്കണം. ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റാണ് സ്ഥലം കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ ബസ്, TN 58M 054. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നോക്കാം എന്തായാലും. അങ്ങനെ ഇതാട്ടെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി പോവുകയാണ്. അങ്ങനെ ഫുള്ളായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മഹാരാജാ പാലസ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഏത് മഹാരാജയുടെയാണെന്നൊന്നും പറഞ്ഞില്ല. പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഇതാണ് മഹാരാജാ പാലസ്. ഇതാണ് ഇവിടെയാണ് ആദ്യം വന്നത്. തിരുമലൈ നായക പാലസ് ഇവിടെയാണ് ആദ്യം വന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മൊബൈൽ അലൗഡ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസ്, വെള്ളം, കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ ഒരു കുതിര ഉണ്ട്. കുതിര ഉണ്ടോ? റൈഡിന് വേണ്ടി ഒരു കുതിരേനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ വന്ന് നോക്കണു. റൈഡിന് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. സഞ്ജു സിദ്ധും കുതിരേനെ തൊട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ മഹാരാജ പാലസ് അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡാണെന്ന് അറിയില്ല. അലൗഡാണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് കേട്ടോ മഹാരാജ പാലസ്. അടിപൊളിയാണ്. മൊബൈൽ അലൗഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ സംഭവം ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കേട്ടോ മഹാരാജ പാലസ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര സംഭവമാണ്. ടോപ്പൊക്കെ ഉണ്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ ഓരോ പില്ലറുകളുണ്ടോ, പക്ഷെ ഒരു മെയിൻ്റനൻസും ഇല്ല കേട്ടോ. ഇതിൻ്റെ പില്ലറുകളൊക്കെ എന്ത് വിട്ടാണെന്നറിയോ. ഒരു 4-5 ആൾ നിന്ന് കൈകൂട്ടി പിടിച്ചാൽ ഇതിൻ്റെ പില്ലർ ഒന്ന് സർക്കിളെത്തില്ല, അത്രയും സൈസാണ്. ഇതിൻ്റെ ഈ കോട്ടയാടാണ് ഏറ്റവും അടിപൊളി കേട്ടോ. ഇവിടെ ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു വല്ലപ്പോഴൊക്കെ. ഈ കോട്ടയാട് അടിപൊളിയായിട്ടാണ്. 2 പേര് പിടിച്ചിട്ട് കൂടി എത്തണില്ല കേട്ടോ പില്ലർ. ഒരു 4 ആൾ വേണം കണ്ടോ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കൺസ്ട്രക്ഷൻ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. ഭയങ്കര രസമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് കണ്ടോ. ഇങ്ങനെ അവിടുന്ന് കയറി വന്ന ഈ കൺസ്ട്രക്ഷനൊക്കെ കണ്ട് ഇങ്ങനെ കോട്ടയാട് ഇവിടെ കയറി വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗസീബോ പോലെ ഒരു വലിയ ഗസീബോ ഉണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്, നല്ല രസമായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ല. ഞാൻ മൈസൂർ പാലസൊക്കെ കണ്ടിട്ടുണ്ട്, അതിനേക്കാൾ അടിപൊളി കൺസ്ട്രക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ മഹാരാജ പാലസൊക്കെ കണ്ട് റിട്ടേൺ ഇറങ്ങി. അടിപൊളി സംഭവമായിരുന്നു അല്ലേ. സന്ദർശന സ്ഥലത്ത് എത്തി. ഇവിടെ സുബ്രഹ്മണ്യ കോവിലുണ്ട്. ഈ വഴി ഇങ്ങനെ ഇതൊരു മലയാണ്. ഈ മലയുടെ മുകളിലാണ് സുബ്രഹ്മണ്യ കോവിൽ. ഇതിന് താഴെ ബാലാജി കോവിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താഴെ ബാലാജി കോവിൽ കണ്ടിട്ട് സുബ്രഹ്മണ്യ കോവിൽ കാണാമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം ഞങ്ങൾ മധുര ടൗണിൽ നിന്ന് പോകുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതുപോലെ മധുരയിൽ വന്നതിന് ഇതുപോലെ ബസ്സുകൾ കിട്ടും. ആ ബസ്സിൽ യാത്ര ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വരികയാണ് ഏറ്റവും നല്ലത്. 250 രൂപയുള്ള ഒരാൾക്ക്. അത്യാവശ്യം സ്ഥലം കാണാൻ, സിറ്റിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് കണ്ടു. പിന്നെ കാറൊക്കെ എടുത്ത് തരുന്നേക്കാൾ ഏറ്റവും എക്കണോമിക്കലാണിത്. ഇതാ നമ്മൾ മാങ്ങ കഴിക്കാം. സഞ്ജുവിൻ്റെ ഫേവറേറ്റാണ് മാങ്ങ. ഇത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
ഇഷ്ടംപോലെ കടകളാട്ടോ ഇവിടെ. തണ്ണിമത്തൻ, പൈനാപ്പിള്, മാങ്ങ ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. വേറെ എന്തൊക്കെയോ ഉണ്ട്. വേറെ എന്ത് പരിപ്പൊക്കെ ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവില്ല. കുറേ കടകളുണ്ട്. അതേപോലെ അതിന് മാത്രം ടൂറിസ്റ്റ് ഇവിടെ വന്നു. ടൂറിസ്റ്റ് ബസ്, കാറ്, ഓട്ടോകൾ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലാണ് ഇതുണ്ട്. ആ മല ഉണ്ട്. അതിൻ്റെ മുകളിലാണ് മുരുകൻ്റെ അമ്പലം വരുന്നത്. ഇതാണ് ഇവിടെ രഥം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടിയൊന്നാവാതെ. ഇവിടെ രഥോത്സവം ഉണ്ടാവാറുണ്ട് തോന്നുന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ രഥമുണ്ട്. കട്ട്പാത്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ രഥം വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഉണ്ടോ? ബാലാജി ടെമ്പിള്, അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാലാജി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ്ടോ, ഇതാണ് എൻട്രൻസ് വരുന്നത്. ഹിരണ്യാൻ ഫോർട്ട് ഗേറ്റ് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം കണ്ടിട്ട് വരാം. കുരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്താ ബോട്ടിലൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ. നമുക്ക് പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇത് വലിയ പുതുമയല്ല. ഞങ്ങളുടെ പറമ്പിൽ മുഴുവൻ വരാറുണ്ട് കുരങ്ങർ. കണ്ടോ. നാട്ടിലുള്ള തെങ്ങിൻ്റെ ഉള്ളിൽ മറ്റേ തേങ്ങയുടെ ഉള്ളിലുള്ള പൊങ്ങില്ലേ, പൊങ്ങാണ് കേട്ടോ അത്. പൊങ്ങ് ഉണ്ടോ, പൊങ്ങ് കഴിക്കുകയാണ്. കുറേ എന്താ അരുൾമിகு കള്ളനഗർ ടെമ്പിൾ, 18 പടി കറുപ്പസ്വാമി ടെമ്പിൾ, അങ്ങനെ കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. കേട്ടോ, ഇവിടെ ടിക്കറ്റിന് 10 രൂപയാണ്. പിന്നെ ഫ്രീ ദർശനമുണ്ട്. 2 രീതിയിലുണ്ട്. 10 രൂപ കൊടുത്താൽ വേഗത്താൻ തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരു ഉടായ്പാണ് ഈ തമിഴ്നാട്ടിൽ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഫ്രീ ദർശനിൽ കയറി നോക്കാം. നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് ഞാൻ ഫ്രീ ദർശനിൽ ഒന്ന് പോയി നോക്കാം. ഉള്ളിൽ കയറാനുള്ള സമയം ഉണ്ടാവും. തിരക്കാണെങ്കിൽ ഉള്ളിൽ കയറില്ല, അല്ലെങ്കിൽ വേഗം പോരും. ഇവിടെ എന്തോ തൊട്ടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് എന്തോ ഒരു പിന്നെ എന്തൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കുട്ടികളുണ്ടാവാത്ത അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ അമ്പലങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ ഇവിടെയും ബഗ്ഗിയുണ്ട്. ബഗ്ഗി അവിടെ ഉണ്ടോ? ഇവിടെ ഒരു കുളമുണ്ടോ? ഇവിടെ ഒരു കുളവുമുണ്ട്. പക്ഷെ കുളത്തിലെ വെള്ളം അയ്യോ ഭയങ്കര ശോകമാണ്. കുളത്തിലെ വെള്ളം ഭയങ്കര ഡട്ടിയായിട്ട് കിടക്കാം. അയ്യോ സീനാണ്. ഇവിടെ അതേപോലെ കടകൾ കുറേ ഉണ്ട്. ഇതാണ് ബാലാജി കോവിലിൻ്റെ എൻട്രൻസ്. ഇതാണ്ടോ, മധുരക്ക് അടിപൊളിയല്ലേ. ഇതാണ് എൻട്രൻസ്. നമുക്ക് കോവിലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം. ഓക്കെ, എൻട്രൻസ് വഴി ഇങ്ങനെ കയറി. ഇതാണ് കോവിൽ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബാലാജി കോവിൽ. ഇവിടെ കുറേ പ്രതിഷ്ഠകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ഇത്ര ഏരിയയാണ് ബാലാജി കോവിൽ. അപ്പോൾ ഇത് നമ്മൾ കണ്ടു ഏകദേശം. നമുക്ക് അടുത്തത് മുരുകൻ കോവിൽ, ഈ മലയുടെ മുകളിലേക്ക് പോകണം. അത് വണ്ടിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അമ്പലത്തിൻ്റെ അവിടെ ഇതുണ്ടോ, എന്തോ പായസമൊക്കെ വയ്ക്കുന്ന എന്തോ ഒരു ചടങ്ങാണ് തോന്നുന്നു കേട്ടോ. അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ പൊങ്കാലില്ലേ, അതേപോലെ. ഇത് അത്ര പേരൊന്നുമില്ല, ലിമിറ്റഡ് ആളുകളുള്ളൂ. പായസം വെച്ച് കഴിക്കേണ്ട ഒരു സെറ്റപ്പാണ് കണ്ടോ. പിന്നെ എല്ലായിടത്തും നമ്മൾ കണ്ട പോലെ ഇവിടെയും ഒരു ഗോശാലയുണ്ട്. ഇവിടെ ഗോശാലയിൽ ഇങ്ങനെ പുല്ല് കൊടുക്കുക, ഇതിന് പൈസ മേടിക്കുന്നുണ്ട് അവർ. എല്ലായിടത്തും ഞാൻ കണ്ടു. ഇതുണ്ടോ ഗോശാല. ഇതെല്ലാ അമ്പലത്തിലും ഗോശാല. ഇത് ചെറിയ അമ്പലമാണെങ്കിലും വലിയ അമ്പലമാണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. ചിലയിടത്ത് നമുക്ക് കാണാൻ പറ്റും, പുല്ല് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മധുരൈ മീനാക്ഷി കോവിലും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. അയ്യോ ഇവിടെ ഇരിക്കുകയാണ്. മടുത്തു, സിദ്ധുവൊക്കെ മടുത്തത് കണ്ടോ, മടുത്തിരിക്കുക. സിദ്ധുവിൽ ഐസ്ക്രീം കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട് കേട്ടോ. ഇതാ ഒരാളുണ്ടോ, കുരങ്ങന്മാരെ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആണോ?
അങ്ങനെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇനി മുരുകൻ്റെ അമ്പലത്തിൽ പോകണം. സഞ്ജുത ബൂസ്റ്റ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയിലാട്ടോ നമ്മൾ നമ്മുടെ സൈറ്റ് സീനിങ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ചെയറൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ താഴെ മുഴുവൻ പേപ്പർ ഗ്ലാസ്സുകളും ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടോ, അതാണെങ്കിലും എല്ലാം ഒരു വൃത്തിയില്ലാതെ ഇട്ടിരിക്കുക കേട്ടോ. മൊത്തത്തിൽ ഒന്നും കുടിക്കാനോ കഴിക്കാനും തോന്നില്ല. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചായയൊക്കെ കുടിക്കാമെന്ന് മാത്രം. നമ്മൾ മുരുകൻ കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, മല കയറിയിട്ട്. മല കയറിയിട്ട് മുരുകൻ്റെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ബസ്സുകൾ കാറുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ കരിമ്പ് ജ്യൂസിൻ്റെ കട, ഇത് പൂമാലകൾ. ഇതാണ് മുരുകൻ്റെ അമ്പലം. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഇതാണ് ബസ്സുകളും കാറുകളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ബസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇതൊരു മലയുടെ മുകളിലാണുള്ളത്. അരുൾമികു മുരുകൻ ടെമ്പിൾ ഇതാണ്. കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. കുരങ്ങന്മാർ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ വഴി വെട്ടി അങ്ങനത്തെ റോട്ടിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. നമുക്ക് തന്നെ ഉള്ളിലേക്ക് പോവാം അമ്പലത്തിൻ്റെ. സിദ്ധുവിന് ഇവിടെ ഒരു ആനയുണ്ട്. ആനയുടെ മുകളിൽ കയറണം പറഞ്ഞിട്ട് അതിൽ കയറുകയാണ്. അയ്യപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ അമ്പലത്തിനും കണ്ടു അയ്യപ്പന്മാർ. മധുരയിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു. ഇതിൽ സീലിംഗ് ഒക്കെ കാണാൻ അടിപൊളിയാണ് ഉണ്ടാവും. സിദ്ധുവിനും ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ മതി. പിന്നെ അവർക്ക് കളിയും കാര്യങ്ങളുമാണ്. എവിടെ പോയി അമ്പലമാണെന്നാലും വേണ്ടില്ല, എവിടെ പോയാലും തന്നെ അവസ്ഥ. അതിൻ്റെ ഉള്ളിലേക്ക് ദർശനത്തിന് അതുപോലെ ക്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ആളുകൾക്ക് പോകാനൊക്കെ ഇവിടെ വീൽ ചെയറൊക്കെ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ എവിടെ ഇല്ലയെന്ന് തോന്നുന്നു, ചോദിച്ചു നോക്കണം. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ രാത്രി ഇങ്ങനെ മധുരയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് തട്ടുകടയാണ്, സ്ട്രീറ്റ് ഫുഡാണ്, കീർത്തന മെസ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ബൺ പൊറോട്ടയാണ് ഇവിടെ ഫേമസ്. ബൺ പൊറോട്ട ഇത് വേറെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ബൺ പൊറോട്ട. ഉണ്ടോ, പൊറോട്ട ഉണ്ടാക്കാൻ തന്നെ 3-4 പേരുണ്ട് കേട്ടോ അവിടെ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ മട്ടൺ വിഭവങ്ങളുണ്ട്, അൽഫാമുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളിവിടെ നോക്കി നിൽക്കുകയാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. ഉള്ളിൽ പോയിട്ട് നോക്കാം. ചിക്കൻ ഇള പൊറോട്ട, ഇത് ചിക്കൻ റോൾ പൊറോട്ട. ഇത് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കാം കേട്ടോ. കൊത്തു പൊറോട്ട ഇന്നൊക്കെ ഫുള്ളാട്ടാൻ വേണ്ടി ഞങ്ങൾ മേളിലേക്ക് കയറാം. ഞങ്ങൾ ബൺ പൊറോട്ടയും മട്ടൺ ചുക്ക ഇതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ഇനി ഇത് മട്ടൻ്റെ ലിവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. ഇതൊരു മട്ടൺ ലിവർ റോസ്റ്റാണ് അത് വന്നിട്ടുണ്ട്. ഇത് മട്ടൺ കൊത്തു പൊറോട്ട.
കഴിച്ചിറങ്ങി. ഇപ്പോഴും നല്ല തിരക്കാട്ടോ, ആളുകൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ലൈവായിട്ട് അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 1 മണിവരെ കട ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദോശയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ, ദോശയുണ്ട്. ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ബൺ പൊറോട്ടയാണ് ഫേമസ്. പിന്നെ മട്ടൻ്റെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. മട്ടൻ ചുക്ക, മട്ടൻ ബ്രെയിന്, മട്ടൻ്റെ ലിവർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്.